ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ എല്ലാവരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ക്രിസ്മസ് എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ 6 പാഠങ്ങളും നല്ല രീതിയിൽ പഠിച്ചു തീർക്കണം അല്ലേ? അതിനുവേണ്ടി എന്താണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് ചാപ്റ്റർ 4 നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് കേട്ടോ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്. എന്താണ് നമ്മുടെ ജീവികളിലെ രാസസംവേദനം. എന്താണ് നമ്മുടെ ആ പാഠത്തിൻ്റെ പേര്? എന്താണ്? കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്, അല്ലെങ്കിൽ ജീവികളിലെ രാസസംവേദനം. ഇനി നമ്മൾ ഈ പാഠത്തിൽ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഹോർമോൺസിനെ കുറിച്ച് കാണുന്നുണ്ട്. എന്താണ്? ഹോർമോൺസിനെ കുറിച്ച് കാണുന്നുണ്ട്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹോർമോണുകൾ അല്ലേ? മലയാളത്തിൽ ഹോർമോണുകൾ എന്ന് പറയും അല്ലേ? ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോണുകൾ. ആരാണ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നത്? ആരാണ്? നമ്മുടെ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ സെക്രീറ്റ് ചെയ്യുന്ന ആ ഹോർമോണ് എന്ത് ചെയ്യുന്നു? സെല്ലിൻ്റെ മറ്റൊരു സെല്ലിൻ്റെ എവിടെയാണ്? റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മറ്റൊരു സെല്ലിൻ്റെ എന്താണ് ഔട്ടർ സൈഡിൽ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്താണ് ഇവർക്ക് അനുയോജ്യമായ റിസപ്റ്ററിൽ ചെന്നാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഹോർമോണ് ബൈൻഡ് ചെയ്യുന്നത്. ഇതാണ് ടീച്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു സെല്ല്. ഇതൊരു സെല്ലാണ്. സെല്ല് അല്ലെങ്കിൽ നമ്മുടെ കോശം. ഇത് എന്ത് സെക്രീറ്റ് ചെയ്യുന്നതാണ് ടീച്ചർ പറഞ്ഞത്? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. എന്താണ്? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. എന്ത് സെക്രീറ്റ് ചെയ്യും? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സെല്ലിൻ്റെ സെൽ മെമ്പറൈനിൽ, അതായത് അതിൻ്റെ കവറിങ്ങിൽ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്താണ്? റിസപ്റ്റേഴ്സുകളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റിസപ്റ്ററിൽ ചെന്ന് ആര് ബൈൻഡ് ചെയ്യുന്നു? നമ്മുടെ ഹോർമോൺ പോയി ബൈൻഡ് ചെയ്യുന്നു. ഏതാണ്? ഹോർമോൺ പോയി ബൈൻഡ് ചെയ്യുന്നു. എങ്ങനെ? അനുയോജ്യമായിട്ടുള്ള റിസപ്റ്ററിൽ ചെന്നാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? ഹോർമോൺ പോയി ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എന്താണ്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത്? നമ്മുടെ ഹോർമോൺ. ഈ ഹോർമോൺ ചെന്ന് നമ്മുടെ മറ്റൊരു സെല്ലിൻ്റെ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യുമ്പോഴേക്കും എന്ത് ഫോം ചെയ്യുന്നു? ഹോർമോൺ റിസപ്റ്റർ ഫോം ചെയ്യുന്നു. ഈ ഹോർമോൺ റിസപ്റ്റർ എന്തിന് കാരണമാകുന്നു? ആ സെല്ലിൻ്റെ ആക്ടിവിറ്റിക്ക് കാരണമാകുന്നു അല്ലെ? ആ സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോംപ്ലക്സ് ആണെന്ന് പറയാം. അപ്പം എന്താണ് ടീച്ചർ പറഞ്ഞത്? നമ്മുടെ സെല്ലുണ്ട്. ആ സെല്ലൊരു ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ആ ഹോർമോൺ എന്താണ്? മറ്റൊരു സെല്ലിൻ്റെ അല്ലേ റിസപ്റ്റർ. ഇതാണ് റിസപ്റ്റർ കേട്ടോ. ഇതാണ് എന്ത്? റിസപ്റ്റർ. ഇതാണ് നമ്മുടെ ഹോർമോൺ. അപ്പം മറ്റൊരു സെല്ലിൻ്റെ റിസപ്റ്ററിൽ പോയി റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തു അല്ലേ? റിസപ്റ്ററുമായിട്ട് കൂട്ടുകൂടിയിരിക്കുക അല്ലേ? അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പം എന്താണ്? ആ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിൽ പോയി ബൈൻഡ് ചെയ്യുന്ന പറഞ്ഞല്ലേ? ആ ഒരു സെല്ലിനെ നമുക്ക് എന്തെന്ന് പറയാം? ടാർഗറ്റ് സെൽ എന്ന് പറയാം. ഏതാണ്? ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശം എന്ന് പറയുന്നത്. എന്താണ്? ലക്ഷ്യകോശം. ക്ലിയർ ആയോ? നമ്മുടെ ഒരു സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണ് മറ്റൊരു സെല്ലിൻ്റെ, അതായത് ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശത്തിൻ്റെ ലക്ഷ്യകോശത്തിലുള്ള റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് ആ സെല്ലിനെ ആക്ടിവേറ്റ്
ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ ടേംസ് ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടതില്ലാത്ത? സെല്ലുണ്ട് അല്ലേ? ആ സെൽ എന്ത് ചെയ്യുന്നു? ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് എങ്ങോട്ടാണ്? ടാർഗറ്റ് സെല്ലിലേക്ക്. ടാർഗറ്റ് സെല്ലിന്റെ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ദെൻ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. എന്താണ്? നമ്മുടെ ഹോർമോൺ എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് എന്താണ്? നമ്മുടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും, അതായത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയൊക്കെ ലൈഫ് പ്രോസസ്സിനെ, അവരുടെ ജീവന്റെ വളർച്ചയ്ക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അതെന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എന്താണ്? ഒരു രാസ സന്ദേശമാണെന്ന് പറയാം. രാസ സന്ദേശവാഹകരാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആ ഹോർമോൺസ് ആക്ട് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശം എന്ന് പറഞ്ഞു. ദെൻ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ടാർഗറ്റ് സെല്ലിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ട്? നമ്മുടെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ സെൽ മെംബ്രെയിനിലും അല്ലെ വിത്തിൻ ദ സെൽസിലുമാണ് റിസപ്റ്റർ കാണുന്നത്. അതായത് സെല്ലിന് ഒരു കവറിങ് ഉണ്ട്. അതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, കോശസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇനി എന്നിട്ട് എന്ത് പറഞ്ഞു? നമ്മുടെ ഹോർമോണും റിസപ്റ്ററും ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്താണ്? ഈ ഹോർമോൺസ് നമ്മുടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ എന്താണ് അവരുടെ ലൈഫ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറഞ്ഞു. ഇനി ടീച്ചർ പറഞ്ഞ ഈ ഒരു കാര്യം ചിത്രത്തിലൂടെ കാണിച്ചു തരാം. ഇതൊരു നോൺ ടാർഗറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. അതെന്താണ്? എന്താണ് നമ്മുടെ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു ഒരു സെല്ല്. ആ ഹോർമോൺ, ഇതാണ് ഹോർമോൺ, എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമായിട്ടുള്ള ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നു. ടീച്ചർ പറഞ്ഞു പ്ലാന്റിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ലൈഫ് പ്രോസസ്സിൽ ഈ ഹോർമോൺസ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഈവൻ നമ്മുടെയും അല്ലേ, നമ്മുടെ ലൈഫിൻ്റെ ഇതിലും എന്താണ്? ഹോർമോൺസ് ആവശ്യമാണ്. അപ്പം ഈ പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഡിസ്കവറിയിലേക്ക് അതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ FW വെന്റ് എന്ന് പറഞ്ഞ ബൊട്ടാനിസ്റ്റ്, എന്താണ് സസ്യശാഖകളെക്കുറിച്ച് പഠനം നടത്തുന്ന വ്യക്തിയാണ് FW വെന്റ് എന്ന് പറഞ്ഞ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. ഏത് പ്ലാന്റിലാണെന്ന് ചോദിച്ചാൽ ഓട്സ് പ്ലാന്റിൽ. ഓട്സ് ചെടിയുടെ ടിപ്പിൽ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ആ കവറിങ്ങിനെ ബേസ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ അദ്ദേഹം അഹാർ മീഡിയം എന്ന് പറഞ്ഞാൽ ജെൽ ലൈക്കായിട്ടുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? ഈ ഒരു പ്ലാന്റിൻ്റെ ആ ടിപ്പിലുള്ള ആ ഒരു കവറിങ് അല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റ് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. അതെങ്ങോട്ടാണ്? ടുവേഴ്സ് ദ അപ്പർ സൈഡിലേക്കാണ് അതിൻ്റെ ഗ്രോത്ത് വന്നത്. ദെൻ എന്താണ്? സൂര്യപ്രകാശം ബേസ് ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പോൾ എന്താണ്? നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അപ്പർ സൈഡിലേക്കാണ്. ടിപ്പ് ഉണ്ടല്ലോ, ടിപ്പിൻ്റെ ഗ്രോത്ത് മുകളിലേക്കാണ് വന്നത്. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ശ്രദ്ധിച്ചു? അതിനൊരു ചെറിയ ബെൻഡിങ് വന്നു, ഒരു ചെറിയ വളവും വന്നു. പക്ഷെ ബെൻഡ് ചെയ്തപ്പോഴും സസ്യം എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അതിനെന്താണ്? എന്തൊക്കെയോ ഘടകങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതിന് പ്രകാരം അദ്ദേഹം ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തിന് കാരണമായത്? ആ പ്ലാന്റിലെ ബെൻഡിങ്ങിനും ഗ്രോത്തിനും കാരണമായത്, വളർച്ചയ്ക്ക്. നമ്മുടെ ആ ഒരു പ്ലാന്റിന്റെ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു വന്ന ഒരവസ്ഥ. ചെടി വളഞ്ഞു വന്നു, അതിനോടൊപ്പം തന്നെ എന്തു നടന്നു? അതിൻ്റെ വളർച്ചയും സാധ്യമായി. അപ്പോൾ ഇതിന് കാരണമായത് ഏതോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഏതോ ഒരു രാസവസ്തുവാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം. അതിൻ്റെ ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിൻ ആണ്. ഓക്സിൻ എന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആ ഓക്സിനെ അതാണ് പ്ലാന്റ് ഹോർമോൺ ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്താണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്? അതാണ് പ്ലാന്റ് ഹോർമോൺ എന്ന് മനസ്സിലായി. പ്ലാന്റിന്റെ ബെൻഡിങ്ങിനും അല്ലെ ഗ്രോത്തിനും കാരണമായ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെ, അതിനെ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം എന്താണെന്നാണ് കണ്ടെത്തിയത്? ഓക്സിൻ ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്സിൻ ആണെന്ന് കണ്ടെത്തി. അതെന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി? അതൊരു പ്ലാന്റ് ഹോർമോൺ ആണെന്ന് മനസ്സിലായി. പ്ലാന്റ് ഹോർമോൺ ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മുടെ സസ്യ ഹോർമോൺ ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ? സസ്യ ഹോർമോൺ ആണെന്ന് മനസ്സിലായി. ഏതാണ്? ഓക്സിൻ.
ഓക്സിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഹോർമോൺ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനെ തുടർന്ന് എന്താണ്, സസ്യ വളർച്ചയ്ക്ക് ഇതുപോലെ തന്നെ വേറെ കുറേ അധികം ഹോർമോണുകൾ കാരണമാകുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ പ്ലാന്റ് ഹോർമോണുകളൊക്കെ പറഞ്ഞു അല്ലെ, ഈ പ്ലാന്റ് ഹോർമോൺ ആണ് പ്ലാന്റ്സിന്റെ അല്ലെ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നെന്ന് പറഞ്ഞു. ഈ പ്ലാന്റ് ഹോർമോണുകളൊക്കെ മെയിൻലി എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ടിന്റെയും അതുപോലെ തന്നെ തണ്ടിന്റെയൊക്കെ എന്താണ് ടിപ്പ് ഭാഗത്ത്, അഗ്രഭാഗത്ത്, അതായത് സസ്യത്തിന്റെ വേരിന്റെയും കാണ്ഡം അല്ലെങ്കിൽ തണ്ടിന്റെയൊക്കെ അഗ്രഭാഗത്താണ് എന്ത് കാണുന്നത്, ഈ ഹോർമോൺസിന്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ സീഡ് വിത്തുകളിലും എന്തുണ്ട്, നമ്മുടെ പ്ലാന്റ് ഹോർമോൺ ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന നമ്മൾ പറയത്തില്ലേ ഇളം തണ്ട് എന്നൊക്കെ പറയത്തില്ലേ, കൂമ്പ് എന്നൊക്കെ പറയുന്നത്, അവിടെയും എന്തുണ്ട്, നമ്മുടെ സസ്യ ഹോർമോണുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ, പ്ലാന്റ് ഹോർമോൺസിൽ. എവിടേക്കാണ്, റൂട്ടുണ്ട്, ടിപ്പ് ഓഫ് ദി റൂട്ട്, ഷൂട്ട് ആൻഡ് സീഡ്സ് ആൻഡ് എന്താണ് പറഞ്ഞത്, സ്പ്രൗട്ടിംഗ് ലീവ്സ്. ഇനി എങ്ങനെയാണ് ഈ ഹോർമോൺസുകൾ സസ്യത്തിലൂടെ പാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സെൽ ടു സെൽ ട്രാൻസ്പോർട്ടാണ്. ഏതാണ്, ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്കാണ് ഈ പ്ലാന്റ് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ സസ്യകോശമായ അല്ലെ സസ്യത്തിലുള്ള കോശങ്ങളായ സൈലം ഫ്ലോയം കേട്ടിട്ടില്ലേ? സൈലോം ഫ്ലോയത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് സാധ്യമാകുന്നത്, ഈ നമ്മൾ പറഞ്ഞ എല്ലാ ഹോർമോണുകളുടെയും അല്ലെ സൈലം ഫ്ലോയം സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് സാധ്യമാകുന്നത്, പ്ലാന്റ് ഹോർമോണുകളുടെ മൂവ്മെന്റ് സസ്യത്തിനുള്ളിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പ്ലാന്റ് ഹോർമോണുകളുണ്ട്, അതാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നെന്ന് പറഞ്ഞു അല്ലെ. എന്താണ്, സെൽ ടു സെൽ, ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്കാണ് അല്ലെ പ്ലാന്റ് ഹോർമോണുകൾ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ്, സസ്യത്തിലുള്ള അല്ലെ നമ്മുടെ ചെടിയിലുള്ള സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓക്സിൻ എന്ന ഹോർമോൺ, പ്ലാന്റ് ഹോർമോണിന്റെ പ്രസൻസ് കണ്ടെത്തി. അതേ തുടർന്ന് അദ്ദേഹം നമ്മുടെ ഓക്സിൻ ഹോർമോണ് ഫോട്ടോപിരിഡിസം എന്ന് പറഞ്ഞാൽ പ്രകാശവുമായിട്ടൊരു ബന്ധം കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ ഇതാണ് നമ്മുടെ ആ ഒരു ചെടിയുടെ തണ്ടിൻ്റെ ഒരു അഗ്രഭാഗം. എന്താണ്, ഓക്സിൻ മോളിക്യൂളിൻ്റെ പ്രസൻസ് അവിടെയുണ്ട് അഗ്രഭാഗത്ത്. എന്താണ്, സൺലൈറ്റ് അല്ലെ സൂര്യപ്രകാശം വന്ന് ഈ ചെടിയിൽ പതിക്കുമ്പോൾ സൂര്യപ്രകാശവുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ആ ഓക്സിൻ മോളിക്യൂളിന് എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ, അതിൻ്റെ ഒരു മൂവ്മെന്റ് സാധ്യമാകുന്നുണ്ട് അല്ലെ. അങ്ങനെ എന്താണ്, സൂര്യപ്രകാശം മാറുമ്പോഴേക്കും നമ്മുടെ ഈ പ്ലാന്റ് ചെടി എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ തണ്ടിനും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇലോങ്ങേഷന് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് സാധ്യമാവുന്നുണ്ട്, ഗ്രോത്തും സാധ്യമാവുന്നുണ്ട് അല്ലെ. ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ വളഞ്ഞ് നീണ്ടുവരുന്ന ഒരവസ്ഥ അല്ലെ, അതും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും ഉണ്ടാകുന്നുണ്ട്, ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? പ്രകാശവുമായുള്ള ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശവുമായിട്ട് കാണിക്കുന്ന, ട്രോപ്പിസം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്. നമ്മുടെ സസ്യങ്ങൾ വളരുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, മൂവ്മെന്റ്, അവരിലുള്ള മൂവ്മെന്റ് ആണ്, സസ്യ മൂവ്മെന്റ് ആണ് ശരിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ അതിന് പല ഘടകത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ സസ്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ചിലർ പ്രകാശത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ചില സസ്യങ്ങളാണെങ്കിൽ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ എന്താണ്, ചിലരാണെങ്കിൽ നമ്മൾ പടവലവും പാവലും ഒക്കെ എന്താണ്, അതിൻ്റെ കൂമ്പ് നമ്മളിങ്ങനെ വള്ളിയെ കയറ്റി വിടുന്നു അല്ലെ, എന്തെങ്കിലുമൊക്കെ താങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യും. അതനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, വളരുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് പ്രകാശത്തെ, അതായത് സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതെന്താണ്, സൺലൈറ്റിന്റെ പ്രസൻസ് ഉള്ള ഭാഗത്തേക്ക് അത് എന്ത് ചെയ്യുന്നു, എലോങ്ങേറ്റ് ചെയ്യുന്നു അല്ലെ, അത് വളരുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താണ്, ഓക്സിൻ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ഇവിടെ ആ ഒരു സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത്. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനെ തുടർന്ന് നമുക്ക് എന്ത് പറയാം, കുറേ പ്ലാന്റ് ഹോർമോൺസുകൾ ഉണ്ട്. ഏതാണ്, കുറേ പ്ലാന്റ് ഹോർമോൺസുകൾ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഓക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ജിബെർലിൻസ് ഉണ്ട്, ദെൻ സൈറ്റോകിനിൻസ് ഉണ്ട്, എത്തിലീൻ ഉണ്ട്, അബ്സിസിക് ആസിഡ് ഉണ്ട്. ഏതൊക്കെയാണ്, ഓക്സിൻ, ജിബെർലിൻ, സൈറ്റോകിനിൻ, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. മനസ്സിലായോ ഏതൊക്കെയാണുള്ളത്?
ഓക്സിനുണ്ട്, ദെൻ ജിബെർലിൻ ഉണ്ട്, അബ്സിസിക് ആസിഡ് ഉണ്ട്, എഥിലിൻ ഉണ്ട്, പിന്നെ ഏതാണ് സൈറ്റോകിനിൻ ഉണ്ട് അല്ലേ, സൈറ്റോകിനിൻ. ഇത്രയാണ് ഏതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ. ഏതാണ്? ഓക്സിൻ, ജിബെർലിൻ, അബ്സിസിക് ആസിഡ്, എഥിലിൻ, സൈറ്റോകിനിൻ. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാന്റ് ഹോർമോണുകൾ. ഇനി ഇവർക്ക് എന്താണ്? ഇവർക്ക് ഫങ്ഷൻസ് ഉണ്ട്. എന്താണ്? ഇവർ പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. അവരെങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിൻ നമുക്ക് പറയാൻ സാധിക്കും. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റെമ്മിന്റെ ലെങ്തിനെ ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ്? ആ തണ്ടിന്റെ വളർച്ച അല്ലെ നീണ്ടു വരത്തില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിനാണ്. അതുപോലെ തന്നെ ലാറ്ററൽ ബഡ് ഗ്രോത്ത്. എന്താണ്? നമ്മുടെ ബഡില്ലേ, എന്താണ് അഗ്രഭാഗം, ഓക്കെ, അതിൻ്റെ എന്താണ് ബഡ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാതെ തടയുന്നതും, അതുപോലെ തന്നെ ട്രോപ്പിക് മൂവ്മെന്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതും. ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ സസ്യങ്ങൾ ചലിക്കുന്നുണ്ട്, ആ ചലനമാണ് അവരുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അതിനെയാണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ആ ഒരു വളർച്ചയ്ക്ക് ട്രോപ്പിക് മൂവ്മെന്റ്സിന് കാരണമാകുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾ പൂവും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഫോം ചെയ്യാൻ സഹായിക്കുന്നതും ഓക്സിൻ എന്ന ഹോർമോണാണ്. അപ്പം ഏതൊക്കെയാണ് പ്രത്യേകത ഓക്സിൻ്റെ? ടീച്ചർ പറഞ്ഞത് വെച്ച് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ഓക്സിൻ ഹോർമോൺ? നമ്മൾ പറഞ്ഞു സ്റ്റെമ്മിൻ്റെ എലോങ്ങേഷൻ അല്ലേ, സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂടാനായിട്ട് ഓക്സിൻ സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് എന്തിൻ്റെയൊക്കെ? ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ദെൻ അതുപോലെ തന്നെ എന്തിൽ? ട്രോപ്പിക് മൂവ്മെന്റ്സിലും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ട്രോപ്പിക് മൂവ്മെന്റ്സിലും ആര് സഹായിക്കുന്നുണ്ട്? ടീച്ചറുടെ സ്പെല്ലിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോണേ. ടീച്ചർ അങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയതാണ് കേട്ടോ. എന്താണ്? സ്റ്റെം ലെങ്ത്, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ട്രോപ്പിക് മൂവ്മെന്റ്സ്. ഇതെല്ലാം ആര് കാരണമാവുന്നതെന്നാ പറഞ്ഞേ? ഓക്സിൻ ഹോർമോൺ അല്ലെ, ഓക്സിൻ സസ്യ ഹോർമോൺ കാരണമാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ജിബെർലിൻസ് ആണ് കേട്ടോ. ജിബെർലിൻ എന്ന് പറയുന്നു. അതെന്താണ്? ജിബെർലിൻസ് ബ്രേക്ക് സീഡ് ഡോർമൻസി, സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ ബോത്ത് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്, ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. എന്താണ്? ജിബെർലിൻസ് എത്രയാണ് ചെയ്യുന്നത്? സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നു. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്തുകളുടെ സുപ്താവസ്ഥ എന്ന് പറഞ്ഞാൽ വിത്തുകൾ കൊണ്ട് നട്ട് കഴിയുമ്പോൾ അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുമ്പോഴേ അത് എന്ത് ചെയ്യത്തുള്ളൂ? മുളച്ച് പൊങ്ങി വരത്തുള്ളൂ. ഓക്കെ, അനുയോജ്യമായൊരു സാഹചര്യം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് മുളച്ച് പൊങ്ങി വരത്തുള്ളൂ. ഇല്ല ആ വിത്ത് എന്താണ് ചീത്തയായാലേ അത് നശിച്ചു പോകും. അപ്പൊ എന്താണ്? ആ നമ്മുടെ സീഡിന്റെ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നത് ആരാണ്? ജിബെർലിൻസ് ആണ്. അതുപോലെ തന്നെ സെൽ ഡിവിഷൻ എവിടെയൊക്കെ? നമ്മുടെ സസ്യത്തിന്റെ സ്റ്റെമ്മിലും റൂട്ടിലും തണ്ടിലും വേരിലും എന്താണ്? സെൽ ഡിവിഷൻ സാധ്യമാക്കുന്നത്, കോശങ്ങൾ വിഭജിക്കുന്നത് സാധ്യമാക്കുന്നത് ജിബെർലിൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഫ്രൂട്ടും സീഡും അല്ലെ, ഫലങ്ങളും വിത്തുകളും ഒക്കെ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ഏത് ഹോർമോണാണ്? ജിബെർലിൻസ് എന്ന ഹോർമോണാണ്. അപ്പൊ ടീച്ചർ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ഓക്സിന്റെ കാര്യം പറഞ്ഞു, അതിന് ജിബെർലിൻ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞേ? സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ, സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞു? ആരുടെയൊക്കെ ഫോർമേഷന് സഹായിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ? ഫ്രൂട്ട്സിൻ്റെ സീഡിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലെ സെൽ ഡിവിഷൻ എവിടെയൊക്കെയാണ്? സ്റ്റെമ്മിലും റൂട്ടിലുമുള്ള സെൽ ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഏത് ഹോർമോണാണ്? ജിബെർലിൻ എന്ന ഹോർമോണാണ്. ജിബെർലിൻ എന്ന ഹോർമോണാണ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും ജിബെർലിൻ എന്ന ഹോർമോണാണ്. ഓക്കെ,
ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ്. ഏതാണ്? സൈറ്റോകിനിൻ എന്ന ഹോർമോൺ. ഈ സൈറ്റോകിനിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെൽ ഡിവിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷൻ ഇൻ ജെർമിനേറ്റിംഗ് സീഡ്സ്, ഏതാണ്? ഫോം ചെയ്ത് വരുന്ന ആ ഒരു സീഡിലെ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇതിനും ഏത് ഭാഗമായിട്ട് മാറണം. ഇപ്പൊ വേരായിട്ട് മാറാം, തണ്ടായിട്ട് മാറാം, അല്ലെ? അതിൻ്റെതായ ഒരു എന്താ ഒരു ഫോർമേഷൻ ഭാഗമായിട്ട് ഇതായി തീരണം. അപ്പം നമ്മൾ പറയത്തില്ലേ, എനിക്കൊരു ഡോക്ടറായി തീരണം, എനിക്കൊരു ടീച്ചറായി തീരണം എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ആ സീഡിൻ്റെ ആ ഒരു ഫോർമേഷൻ സ്റ്റേജിൽ എന്താണ്, ഈ ഒരു പാർട്ട് സ്റ്റെം ആയിട്ട് തീരണം, ഈ ഒരു പാർട്ട് റൂട്ടായിട്ട് തീരണം. അപ്പോൾ ഈ സെൽ ഡിഫറൻഷിയേഷനെയും അതുപോലെ തന്നെ സെൽ ഡിവിഷനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്, നമ്മുടെ ലാറ്ററൽ ബഡിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇലകളുടെ ഒക്കെ കളറുകളുണ്ടല്ലോ, ഗ്രീൻ കളർ അല്ലേ, അതിനെയൊക്കെ റിറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? സൈറ്റോകിനിനാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ന്യൂട്രിയൻസ് ആവശ്യമാണ് അല്ലെ? പ്ലാന്റ്സിനും ആനിമൽസിനും മനുഷ്യരായ നമുക്കും എന്താണ്? ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമാണ്. ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് പ്ലാന്റ്സിനുള്ളിൽ സാധ്യമാക്കുന്നതും ആര് തന്നെയാണ്? സൈറ്റോകിനിൻ എന്ന നമ്മുടെ ഈ ഹോർമോണാണ്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ, അതുപോലെ തന്നെ ഏതുകൊണ്ടെന്നാണ് പറഞ്ഞത്? ട്രാൻസ്പോർട്ട്, എന്തിൻ്റെയൊക്കെ? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട്. ഇതും സാധ്യമാക്കുന്നത് ആരാന്നാ പറഞ്ഞത്? സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ്. ഏതാണ്? സൈറ്റോകിനിൻ എന്ന ഹോർമോൺ. ഏതൊക്കെയാണ്? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട്, അല്ലെ? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ സെൽ ഡിവിഷനും സെൽ ഡിഫറൻഷിയേഷനും. ഏതൊക്കെയാണ്? സെൽ ഡിവിഷനും സെൽ ഡിഫറൻഷിയേഷനും. സെൽ ഡിവിഷൻ, ഇതൊക്കെ സാധ്യമാക്കുന്നത് ഏത് ഹോർമോണാണെന്ന് പറഞ്ഞത്? സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ് അല്ലെ? സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ് അല്ലെ? സൈറ്റോ എന്ന ഹോർമോണാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? എത്തിലിൻ. എത്തിലിൻ എന്തിനു സഹായിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളുടെയും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഏജിങ്ങിന് കാരണമാകുന്നു. ഏജിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാലഘട്ടം തീർന്നു അല്ലെ? ഏജിങ്ങിന് കാരണമാകുന്നത് ഏതാണ്? എത്തിലിൻ ഹോർമോണാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പഴുക്കാൻ സഹായിക്കുന്നതും ഏത് ഹോർമോണാണ്? എത്തിലിൻ ഹോർമോണാണ്. ഏതാണ്? നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളും ഫ്ലവറും ഒക്കെ എന്താണ്? ഏജിങ് ആവും. ഏജിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാലഘട്ടം തീർന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ ക്ലോറോഫില്ല്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അതായത് ഈ സസ്യങ്ങളുടെ ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സിലും ഒക്കെ ഉള്ള ചില ഘടകങ്ങളാണ് ന്യൂക്ലിക് ആസിഡ് അല്ലെ? അതുപോലെ തന്നെ പ്രോട്ടീൻസ്. ക്ലോറോഫിൽ നമുക്കറിയാലോ എന്താണ്? ഇലകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് അല്ലേ? അതാണ് എന്താണ്? ഫോട്ടോസിന്തസിസിലെ മെയിനായിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഘടകങ്ങളെയെല്ലാം ആ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ ഇലയിനെ ഫ്ലവറിനെയൊക്കെ ഏജിങ് സാധ്യമാക്കുന്നത് നമ്മുടെ എത്തിലിൻ എന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പഴുക്കാൻ സഹായിക്കുന്നതും ഏത് ഹോർമോണാണ്? നമ്മുടെ എത്തിലിൻ ഹോർമോണാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഏജിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് അല്ലെ? ഇതിൻ്റെയൊക്കെ ഏജിങ്, അതുപോലെ തന്നെ റൈപ്പനിങ് അല്ലെ? പഴങ്ങളൊക്കെ പഴുക്കാൻ സഹായിക്കുന്നതും ഏതാണ്? നമ്മുടെ ഏത് ഹോർമോണാണ്? എത്തിലിൻ ഹോർമോണാണ് അല്ലെ? ഏതാണ്? എത്തിലിൻ ഹോർമോണാണ്. എത്തിലിൻ ഹോർമോണാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ഹോർമോണാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഏതാണ്? അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ABA എന്ന് പറയും. അബ്സിസിക് ആസിഡ് എന്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നു? നമ്മുടെ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് പാർട്സ് ആൻഡ് എനേബിൾസ് ദം ടു tide over unfavorable conditions. It also promotes abscission of mature leaves and fruits. എന്താണ്? നമ്മുടെ പ്ലാന്റ് പാർട്സിൻ്റെ ഒക്കെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്?
അബ്സിസ്റ്റൻ ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ് അബ്സിസ്റ്റൻ എന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? അബ്സിസിക് ആസിഡ് ആണ്. ഏതാണ്? അബ്സിസ്റ്റൻ ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അബ്സിസിക് ആസിഡ് കേട്ടോ. അബ്സിസിക് ആസിഡ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? എന്താണ്? ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സിൻ്റെ ഒക്കെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അബ്സിസ്റ്റനും സാധ്യമാക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ അബ്സിസിക് ആസിഡ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അബ്സിസിക് ആസിഡിന് എന്താണ്? ABA അല്ലെ? ABA ഷോർട്ട് ഫോം ആയിട്ട് അബ്സിസിക് ആസിഡ് എന്താണ്? പ്ലാന്റ് പാർട്സ്. ഇതൊക്കെ സാധ്യമാക്കുന്നത് ആരാന്നാ പറഞ്ഞത്? നമ്മുടെ അബ്സിസിക് ആസിഡ് ആണ്. ABA എന്താണ്? അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ ഹോർമോണുകളാണ് കണ്ടത്? ഓക്സിൻ കണ്ടു, എത്തിലിൻ കണ്ടു അല്ലെ, അബ്സിസിക് ആസിഡ് കണ്ടു, പിന്നെ സൈറ്റോകിനിൻ കണ്ടു, അതുപോലെ തന്നെ ജിബെർലിൻസും കണ്ടു. കണ്ടിന്യൂഷൻ ആണ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകും, നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് കണ്ടു. ഇനി എന്താണ് നമ്മുടെ ഈ പ്ലാന്റ് ഹോർമോൺസ്? ഇതിന്റെ എന്താ നമ്മൾ പറഞ്ഞു? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്താണ്? ഇതിന്റെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നവയാണ് എന്ത്? സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അതിലെ അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള നാച്ചുറലി ഉള്ള പ്ലാന്റ് ഹോർമോൺസിന്റെ രാസഘടന മനസ്സിലാക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എന്തൊക്കെയോ ഒരു മോഡിഫൈ ചെയ്തു, അല്ലെ അതിന് എന്തൊക്കെയോ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് കാർഷിക മേഖലയിൽ അതിനെ യൂസ് ചെയ്യുന്നു. എന്താണ്? അഗ്രികൾച്ചർ ഫീൽഡിൽ അതിനെ യൂസ് ചെയ്യുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. മനസ്സിലായോ? അതായത് നമ്മുടെ നാച്ചുറലി ഉള്ള പ്ലാന്റ് ഹോർമോൺസിന്റെ രാസഘടന മനസ്സിലാക്കി അതിന് എന്തൊക്കെയോ ഒരു ചേഞ്ച് വരുത്തിയിട്ട് അതെന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു അല്ലെ. മോഡിഫൈഡ് വേർഷൻ നമ്മൾ പറയത്തില്ലേ അല്ലെ? ഓരോ ഫോണിന്റെയും അല്ലെ ഓരോന്നിൻ്റെയൊക്കെ മോഡിഫൈഡ് വേർഷൻ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്ലാന്റ് ഹോർമോൺസിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഇറക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു? അത് നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പാകത്തിന് ആക്കുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ഹോർമോൺസ് നമ്മൾ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നു. എന്താണ്? സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നു. അതിൽ വരുന്നതാണ് സിന്തറ്റിക് ഓക്സിൻസ്, സിന്തറ്റിക് ജിബെർലിൻസ് ആൻഡ് സിന്തറ്റിക് എത്തിലിൻ. ഈ 3 എണ്ണേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച ഓക്സിനും ജിബെർലിനും എത്തിലിൻ്റെയും കൂടെ സിന്തറ്റിക് എന്ന വാക്ക് ചേർത്താൽ തന്നെ അത് പൂർണ്ണമായി അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ജിബെർലിൻ ആൻഡ് സിന്തറ്റിക് എത്തിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിന്തറ്റിക് ഓക്സിൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്സ്, അതുപോലെ തന്നെ വീഡിസൈഡ് ആയിട്ട് കീടനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏത്? ഓക്സിൻസ്. അതുപോലെ തന്നെ റൂട്ട് ഫോർമേഷൻ സ്റ്റെം കട്ടിങ്ങിലൊക്കെ റൂട്ട് ഫോർമേഷനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് എന്തുപയോഗിക്കുന്നു? ഓക്സിൻ ഉപയോഗിക്കുന്നു. ദെൻ സിന്തറ്റിക് ജിബെർലിൻസ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈസ് ഒക്കെ കൂട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കെയിനില്ലേ, നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ തണ്ടിന് എന്താണ് നീളം കൂടാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഏത് ഉപയോഗിക്കുന്നു? സിന്തറ്റിക് ജിബെർലിൻസ് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഏതാണ്? നമ്മുടെ മുന്തിരിങ്ങയൊക്കെ അല്ലേ, നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയില്ല. അപ്പം നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് സൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് വില കൂട്ടി വിൽക്കാമല്ലോ എന്നുപോലെ എന്താണ് നമ്മുടെ ഗ്രേപ്പ് വൈൻസിന്റെ സൈസ് കൂട്ടാൻ വേണ്ടി എന്താണ്? സിന്തറ്റിക് ജിബെർലിൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷുഗർ കെയിൻ്റെ തണ്ടിന് നീളം കൂടാൻ വേണ്ടി എന്തുപയോഗിക്കുന്നു? നമ്മുടെ സിന്തറ്റിക് ജിബെർലിൻസ് യൂസ് ചെയ്യുന്നു. ദെൻ സിന്തറ്റിക് എത്തിലിൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ പഴങ്ങളൊക്കെ പഴുക്കാൻ വേണ്ടി അല്ലെ, പാകമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഴുപ്പിക്കാൻ അല്ലെ, അതിനു വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിന്തറ്റിക് എത്തിലിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസുകൾ ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ ഉണ്ട്, സിന്തറ്റിക് ജിബെർലിൻസ് ഉണ്ട്, സിന്തറ്റിക് എത്തിലിൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? പ്ലാന്റും ആനിമൽസിലും അതുപോലെ തന്നെ മനുഷ്യരായ നമ്മളിലും ഒക്കെ എന്താണ്? ഹോർമോൺസ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറഞ്ഞു. അതിന് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യരിലേക്ക് ബോഡിയിലെ എന്താണ്? നമ്മുടെ
ഹോർമോൺസിന്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ബോഡി ഫങ്ഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാന്നാ പറഞ്ഞത്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ ഹോർമോൺസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്താണ്? 2 ടൈപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ്. 2 ടൈപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോളിക്കുലാർ സെൽസ്. ഏതാണ് മക്കളെ? ഫോളിക്കുലാർ സെൽസ്. ദെൻ സെക്കൻഡ് വൺ ആണ് പാരാ ഫോളിക്കുലാർ സെൽസ്. ഏതാണ്? ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും. ഏതൊക്കെയാണ്? ഫോളിക്കുലാർ സെൽസും ദെൻ പാരാ ഫോളിക്കുലാർ സെൽസും. ഏതാണ്? ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും. ഇനി ഈ ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇതെന്ന് പറയുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഏതാണ്? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. തൈറോക്സിൻ എന്ന ഹോർമോൺ. തൈറോക്സിൻ. തൈറോക്സിൻ എന്ന ഹോർമോൺ ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്? ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ദെൻ പാരാ ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഏത്? കാൽസിറ്റോണിൻ. ഏതാണ്? കാൽസിറ്റോണിൻ. മനസ്സിലായോ? കാൽസിറ്റോണിൻ. ഏതൊക്കെയാണ്? കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ. ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും. ഇത്രയാണ് ടീച്ചർ പറഞ്ഞത്. എന്താണ്? നമ്മുടെയൊക്കെ ബോഡി ഫങ്ഷൻസിനെ ഹോർമോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി പാർട്സ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ബോഡി പാർട്സ് അല്ല, എന്താണ് പ്രധാന ഭാഗം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഫോം ചെയ്തിരിക്കുന്നത് 2 ടൈപ്പ് ഓഫ് സെൽസ് ചേർന്നാണ്. ഏതൊക്കെയാണെന്നാ പറഞ്ഞത്? ഫോളിക്കുലാർ സെൽസും ഉണ്ട്, പാരാ ഫോളിക്കുലാർ സെൽസും ഉണ്ട്. ഇതിൽ ഫോളിക്കുലാർ സെൽസ് തൈറോക്സിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. പാരാ ഫോളിക്കുലാർ സെൽസ് കാൽസിറ്റോണിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹോർമോണിൻ്റെ ഒക്കെ ഫംഗ്ഷനാണ്. നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആവട്ടെ, ആനിമൽസ് ആവട്ടെ, മനുഷ്യരായ നമ്മളാവട്ടെ, എന്താണ് നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾക്കൊക്കെ എന്താണ് ഓരോരോ ധർമ്മങ്ങളുണ്ട്. എന്താണ്? ഓരോരോ ധർമ്മങ്ങളുണ്ട്. ഓക്കെ, അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ ധർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ബോഡിയിൽ കൃത്യമായ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏതാണ്? തൈറോക്സിൻ അല്ലെ, ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ഹോർമോൺ തൈറോക്സിൻ ഹോർമോൺ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നു. എന്താണ്? തൈറോക്സിൻ ഹോർമോൺ എന്ത് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്? നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നു. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. നമ്മുടെ ബോഡിയിൽ സെല്ല് അല്ലെ, സെല്ലുകളാൽ ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതിനുള്ളിൽ എന്താണ്? കുറച്ച് രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ എന്താ പറയുക? ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയാം അല്ലെ. അതിനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിനകത്ത് അനാബോളിസം, കാറ്റബോളിസം ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കും. അപ്പം എന്താണ്? ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എന്തൊക്കെയോ ഒരു കെമിക്കൽ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? മെറ്റബോളിസം എന്ന് പറയാം. അപ്പം ആ അത്തരത്തിലുള്ള ആ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞത്? തൈറോക്സിൻ എന്ന ഹോർമോണാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ എന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ തൈറോക്സിൻ ഹോർമോണാണ്. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ശരീര താപനില അല്ലെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? തൈറോക്സിൻ എന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കാരണമാകുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ഈ തൈറോക്സിൻ ആണ്. ഏതൊക്കെയാണ്? ബ്രെയിൻ ഡെവലപ്മെന്റ് ആരിലുള്ള? ബേബീസ് അല്ലെ, കുഞ്ഞുങ്ങളിലുള്ള നമ്മുടെ എന്താണ്? ബ്രെയിൻ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്നത് നമ്മുടെ തൈറോക്സിൻ ഹോർമോൺ ആണ് അല്ലെ. നമ്മുടെ ആരാന്നാ പറഞ്ഞത്? എക്സ് ആണ് അത് കേട്ടോ. തൈറോക്സിൻ ഹോർമോൺ ആണ്. ഏതാണ്? തൈറോക്സിൻ ഹോർമോൺ ആണ്. പിന്നെ എന്ത് ചെയ്യുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞത്? നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെയും സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെയാണ്? തൈറോക്സിൻ ആണ്. ഏതിൻ്റെയൊക്കെയാണ്? സ്കിന്നുണ്ട്, ഹാർട്ടുണ്ട്, ദെൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്
ആര് തന്നെയാണ്? നമ്മുടെ ഈ തൈറോക്സിൻ ഹോർമോൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ദെൻ കാൽസിറ്റോണിൻ ആര് സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞത്? കാൽസിറ്റോണിൻ പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം ലെവലിനെ, ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ റെഡ്യൂസ് ചെയ്യുന്നു. എന്താണ് റെഡ്യൂസ് ചെയ്യുന്നത്? കാൽസ്യത്തിനെ, അല്ലെ, എവിടെയുള്ള? ബ്ലഡിലുള്ള. അപ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിനെ ലെവലിനെ റെഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ടൈപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഫോം ചെയ്യുന്നതാണ്. പാരാഫോളിക്കുലാരും ഫോളിക്കുലാർ സെൽസും. ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് തൈറോക്സിൻ. അത് എന്ത് ചെയ്യുന്നു? മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു. ദെൻ നമ്മുടെ കുട്ടികളിലേക്ക് എന്താണ്? ബ്രെയിൻ ഡെവലപ്മെന്റിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? സ്കിന്നിന്റെയും ഹാർട്ടിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒക്കെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ കാൽസിറ്റോണിൻ ആരാണ്? പാരാഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. അത് എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലെ കാൽസ്യം ലെവലിനെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ എന്താണ് ഇതിൻ്റെയൊക്കെ, അതായത് നമ്മുടെ ഇതിൻ്റെയൊക്കെ സെക്രീഷൻ, ഈ ഹോർമോണിൻ്റെ മെയിനായിട്ട് തൈറോക്സിൻ ഹോർമോണിൻ്റെ സെക്രീഷൻ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പല ഡിഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വരും, എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥ വരും. ഏതാണ് ഇതിൻ്റെയൊക്കെ സെക്രീഷൻ? തൈറോക്സിൻ ആണ് മെയിനായിട്ടുള്ളത്. ആ ഒരു ഹോർമോണിൻ്റെ സെക്രീഷൻ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ നമുക്ക് വരും. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഗോയിറ്റർ. ഏതൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഗോയിറ്റർ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ, ഹൈപ്പർ എന്ന വാക്ക് എന്ന് പറയുന്നത് കൂടിയൊരവസ്ഥ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയൊരവസ്ഥ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോക്സിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടിയൊരവസ്ഥ, അല്ലെ, തൈറോക്സിൻ ഹോർമോണിൻ്റെ സെക്രീഷൻ നമ്മുടെ ബോഡിയിൽ കൂടിയൊരവസ്ഥ. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതുമൂലം നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം, പറഞ്ഞുള്ള കെമിക്കലായിട്ടുള്ള ബോഡിയിലെ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂടും. ബോഡി ചെയ്യാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മെറ്റബോളിസം ആക്ടിവിറ്റിയിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ്? മെറ്റബോളിസം റേറ്റ് കൂടുന്നു. അതുവഴി എന്താണ്? വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. അതുവഴി എന്താണ്? വെയിറ്റ് ലോസ് വേണം. എന്താണ്? കുറവായിട്ടുള്ള വെയിറ്റ് ലോസുകൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ, പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആണ്. പിന്നെ എന്താണ്? സ്വെറ്റിങ്, അമിതമായിട്ട് വേർക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം എന്താണ്? റെഡ്യൂസ്ഡ് സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ ചെറിയൊരു അളവിലാണ് നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത്. അത് എന്തൊക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡി എന്തൊക്കെ സിംറ്റം കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം അങ്ങനെയായിരിക്കും, കുറവായിരിക്കും. മെറ്റബോളിസത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ബോഡി വെയിറ്റ് അപ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ഫാറ്റൊക്കെ അടിഞ്ഞുകൂടും, അല്ലെ. ഫാറ്റിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി മെറ്റബോളിസത്തിലൂടെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ വന്ന് നമ്മുടെ ബോഡി വന്ന് ഫാറ്റ് അടിഞ്ഞുകൂടും. അപ്പോൾ എന്താണ്? വെയിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഹാർട്ട് റേറ്റ് നമ്മുടെ പറഞ്ഞതിനേക്കാളും സ്ലോ ഡൗൺ ആവും, ഫറ്റീഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻടോളറൻസ് ടു കോൾഡ്, നമുക്ക് തണുപ്പൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ വരും. ഓക്കെ, ഇത്രയാണ് എന്ത്? ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മെറ്റബോളിസം ഡിക്രീസ് ചെയ്യും, അതുവഴി നമ്മുടെ ബോഡിയിൽ ഫാറ്റ്, അല്ലെ, എന്താണ്, ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ആകും, അതുപോലെ തന്നെ ഫറ്റീഗ് ഉണ്ടാവും, ദെൻ ഇൻടോളറൻസ് ടു കോൾഡ്. ദെൻ തേർഡ് കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ്. മെയിൻ കാരണം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, അയഡിൻ്റെ കുറവ് മൂലം, അല്ലെ അയഡിൻ്റെ അപര്യാപ്തത മൂലം ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് റീജിയനിലുള്ള സ്വെല്ലിങ്. ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ നീണ്ട് ഒരു നീര് വെച്ച പോലെ, അല്ലെ, സ്വെല്ലിങ് പോലെ കിടക്കുന്ന ഒരവസ്ഥ, അതാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. സ്വെല്ലിങ്ങും എന്താണ്? ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനിൽ ഉണ്ടാകല്. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണ് മൂലം വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിഫക്ട്സുകൾ ഏതൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഗോയിറ്റർ. ഏതൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ്റെ സെക്രീഷൻ ബോഡിയിൽ എങ്ങനെയാണ്? കൂടുതലാണ്. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ
എന്താണ് നമ്മുടെ തൈറോക്സിന്റെ സെക്രീഷൻ അവിടെ വളരെ കുറവാണ്, എക്സസീവ് ആണ് അല്ലേ. ഇനി ലാസ്റ്റ് വൺ ആണ് ഇത് ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, അയഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, നമ്മുടെ ബോഡിയിലെ എന്താണ് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാന്ന് പറയാം. എന്താണ് കൺട്രോൾ ഓഫ് മെറ്റബോളിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡാന്ന് പറയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. എന്താണ് നമ്മൾ പറഞ്ഞു, കാൽസിറ്റോണിൻ എന്ന തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവലിനെ റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ ലെവലിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി ഇതിൽ നമുക്ക് പറയാം, നോർമൽ ആയിട്ടുള്ള നമ്മുടെ കാൽസ്യം ലെവൽ എന്ന് പറയുന്നത് 9 തൊട്ട് 11 മില്ലിഗ്രാം ആണ് കേട്ടോ. എന്താണ് 9 to 11 ആണ് പറയുന്നത്. ഇനി ഈ റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് നടക്കുന്നത് എന്താണ്, രണ്ട് ആളുകളുടെ എന്താണ് കമ്പൈൻഡ് ആയിട്ടുള്ള, അതായത് 2 പേര് ചേർന്ന് ഒരുമിച്ച് സഹകരിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനം കൊണ്ടാണ്. അതായത് ആരുടെയൊക്കെയാണ്, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ്റെയും അതുപോലെ തന്നെ പാരാ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെയും 2 പേരുടെയും ഒരേ സമയത്തുള്ള ആക്ഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ കാൽസ്യം റെഗുലേറ്റ് ചെയ്യുന്നത്. ആരുടെയൊക്കെയാണ്, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ്റെയും പാരാ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെയും ഫലമായിട്ടാണ്. അപ്പം നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് ഏതാന്ന് കണ്ടു അല്ലേ. ഏതാണ് തൈറോയിഡ് ഗ്ലാൻഡ്? ഇതാണ് എന്തെന്ന് പറയുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാരാ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ കണ്ടോ, നിങ്ങൾ യെല്ലോ കളറിൽ കണ്ടോ സ്പോട്ട് ചെയ്തിരിക്കുന്ന 4 എണ്ണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, പാരാ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എന്ത്, പാരാ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിനും പാരാ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോണിൻ്റെയും എന്താണ്, അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ റെഗുലേഷൻ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. കാൽസ്യം ഇൻ ബ്ലഡ് റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ആനിമൽസ് ഒക്കെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണ് ബ്ലഡിലൂടെയാണ് എവിടെ ചെല്ലുന്നത്, ആവശ്യമായിട്ടുള്ള സെല്ല് ഏതാണോ ആ സെല്ലിൽ പോയി അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ടീച്ചർ അതിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് പറഞ്ഞതാണ്, എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു സെല്ല് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നത്. അപ്പോൾ നമ്മുടെ ആനിമൽ സെൽസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനിമൽ സെൽസും മനുഷ്യരായ നമ്മളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻഡിലൂടെയാണ്. അതെങ്ങോട്ട് പോകുന്നു, ബ്ലഡിലേക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നത്, ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു, സെല്ലിലേക്ക് പോയി അത് പ്രവർത്തിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എന്താണ് റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് നോക്കാം. റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. അത് നോക്കിയോ, ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്താണ്, നമ്മുടെ ബോഡിയിലെ ബ്ലഡിനുള്ളിൽ കാൽസ്യത്തിന്റെ ലെവൽ ഡിക്രീസ്ഡ് കണ്ടീഷൻ, അതായത് കുറഞ്ഞൊരവസ്ഥ, ആ ഒരു സമയത്ത് എന്താണ്, പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആരാണ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ, കിഡ്നി അല്ലെ, എന്ത് സംഭവിക്കുന്നു, ആക്സലറേറ്റ് ദ റീ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ബ്ലഡ്. എന്താണ്, ബ്ലഡിലേക്കുള്ള എന്തിൻ്റെയൊക്കെ കാൽസ്യത്തിൻ്റെ ഫോസ്ഫേറ്റിൻ്റെ റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പുനരാഗീകരണം എന്ത് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു. ആക്സലറേറ്റ് ദ റീ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ബ്ലഡിനെ എന്ത് ചെയ്യുന്നു, പാരാതോർമോൺ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെ എന്ത് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു. ദെൻ ഇൻഡസ്റ്റൈനിൽ എന്ത് സംഭവിക്കുന്നു, ആ ഒരു റിലേറ്റീവ് ഭാഗത്ത് എന്ത് നടക്കുന്നു, റീ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ടു ബ്ലഡ്. എന്താണ് അബ്സോർപ്ഷൻ ആണ്, റീ അബ്സോർപ്ഷൻ അല്ല. എന്താണ്, കാൽസ്യത്തിന്റെ ആഗീരണത്തെ, ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗീരണത്തെ എന്ത് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു. ദെൻ അസ്ഥിയാണ് ഈ കാണിച്ചത് അല്ലെ, ബോണിനാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. എന്താണ്, സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺ ഇൻ ടു ബ്ലഡ്. എന്താണ്, ബോണിൽ നിന്ന് വരുന്ന കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും മിക്സിങ്ങിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എവിടെ, ബ്ലഡിൽ. ഇത്രയാണ് നടക്കുന്നത്. ഏത് സമയത്ത്, നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ്
കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോണിനെ എന്ത് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് കിഡ്നിയിൽ എന്ത് സംഭവിക്കുന്നു, റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ബ്ലഡ്. ദെൻ എന്താണ് ഇൻറ്റസ്റ്റൈൻ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ എന്ത് സംഭവിക്കുന്നു, ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ് ബോൺ എടുത്ത് നോക്കുമ്പോൾ എന്താണ് കാൽസ്യത്തിൻ്റെ ഫോസ്ഫേറ്റിൻ്റെ മിക്സിങ്ങിനെ, ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ഫോസ്ഫേറ്റിൻ്റെ മിക്സിങ്ങിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡ് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ, അതായത് ബോഡിയിലെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ കാൽസ്യറ്റോണിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു കാൽസ്യറ്റോണിൻ എന്ന ഹോർമോൺ എന്ത് ചെയ്യുവാണ്, കാൽസ്യത്തിൻ്റെ ലെവലിനെ റെഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കുകയാണ് അല്ലെ. അപ്പം എന്തൊക്കെ നടക്കുന്നു, അവർ ഈ പറഞ്ഞതിൻ്റെ വിപരീതം എന്ത് ഇൻഹിബിറ്റ് ചെയ്യുവാണ്, അല്ലാതെ തടയുവാണ്. എന്താണ് ഇൻഹിബിറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബ്ലഡ്. എന്താണ് ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും എന്താണ് റീഅബ്സോർപ്ഷൻ, പുനരാഗീകരണത്തെ അവിടെ എന്ത് ചെയ്യുന്നു, തടയുന്നു. ദെൻ എന്താണ് എന്താണ് നമ്മുടെ ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ടു ബ്ലഡ്. എന്താണ് ബ്ലഡിലേക്കുള്ള നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ദെൻ എന്താണ് ബോണിൻ്റെ കാര്യം പറയുമ്പോൾ ആ മിക്സിംഗ് ഉണ്ടല്ലോ, കാൽസ്യവും ഫോസ്ഫേറ്റ് മിക്സിംഗ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം കാൽസ്യം നമ്മുടെ ബ്ലഡിൽ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആയി പാരാതോർമോൺ എന്ന ഹോർമോണെ എന്ത് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്ത് എന്ത് നടക്കുന്നു, അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തി ബോഡിയിലുള്ള കാൽസ്യത്തിൻ്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു, കാൽസ്യറ്റോണിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ആക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ബ്ലഡിലേക്കുള്ള ഓരോ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയൊക്കെ ആ ഒരു ആഗീരണത്തെ അല്ലെ അബ്സോർപ്ഷൻ അല്ലെ റീഅബ്സോർപ്ഷനൊക്കെ എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 100 mg/dL ആണ്. ഇനി നമ്മൾ ആറ് ലെവൽ പറഞ്ഞായിരുന്നു, കാൽസ്യത്തിൻ്റെ പറഞ്ഞായിരുന്നു, അത് എത്രയാണ് 9 to 11 mg/dL ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞത്, 70 to 100 mg/dL ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഈ ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ മെയിൻ റോൾ വഹിക്കുന്നത് പാൻക്രിയാസ് ആണ്. ആരാണ്? നമ്മുടെ ബോഡിയിലെ പാൻക്രിയാസ് ആണ്. ഏതാണ് നമ്മുടെ ബോഡിയിലെ? ഇതാണ് പാൻക്രിയാസ് അല്ലേ. പാൻക്രിയാസ് ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അതിന് നമ്മൾ ഐ സെൽസ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഏതാണ്? എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പാൻക്രിയാസ് ഉള്ളതല്ല, പാൻക്രിയാസ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എന്തുണ്ട്, 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റാ സെൽസും ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഏത്, ബീറ്റാ സെൽസ്. ദെൻ വയലറ്റ് കളറിൽ കാണുന്നതാണ് ഏത്, ആൽഫ സെൽസ്. നമ്മുടെ പാൻക്രിയാസിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അത് ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതിൽ ആരൊക്കെയുണ്ട്, ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇതെന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. നമ്മുടെ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഏതാണ്? ഗ്ലൂക്കഗോൺ. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണെയാണ്. ദെൻ നമ്മുടെ ബീറ്റാ സെൽസ് ആരെയാണ്? ഇൻസുലിൻ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻസുലിൻ അല്ലേ. നമ്മുടെ ബോഡിയിൽ എന്താണ്, ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളവരൊക്കെ അല്ലേ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ബീറ്റാ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, ഇൻസുലിൻ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഷുഗർ ആയിട്ടുള്ളവർ, ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ
ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഈ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് നമ്മുടെ ഈ പാൻക്രിയാസിസ് സെല്ലിന് ഈ ഒരു ഹോർമോണെ സെക്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അല്ലെ. ആ അവസ്ഥയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇത് ഇഞ്ചെക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ടീച്ചർ പറഞ്ഞു പാൻക്രിയാസ് എന്താണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റാ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് ഗ്ലൂക്കഗോണെ സെക്രീറ്റ് ചെയ്യുന്നു, ദെൻ ബീറ്റാ സെൽസ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, നമ്മുടെ ബോഡിയിലെ നോർമൽ ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞേ? 70 to 100 milligram per deciliter എന്ന് പറഞ്ഞു. എത്രയാണ്? 70 തൊട്ട് എത്രയാന്ന് പറഞ്ഞേ? 70 തൊട്ട് 100 അല്ലെ. ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻക്രീസ് ചെയ്യുക, ഏതാണ് ഗ്ലൂക്കോസിന്റെ ലെവല്, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൂടിയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ പാൻക്രിയാസ് സെല്ലുണ്ടല്ലോ, പാൻക്രിയാസ് സെല്ലിന്റെ ബീറ്റാ സെൽസ് ആരെ സെക്രീറ്റ് ചെയ്യുന്നു? ഇൻസുലിൻ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ആരാണ്? നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആരെ സെക്രീറ്റ് ചെയ്തു? ഇൻസുലിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ ആ ഇൻക്രീസ് എന്താണ്, നമ്മുടെ ആ സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺ എങ്ങോട്ട് എൻട്രി ചെയ്യുന്നു? ബ്ലഡിലൂടെയൊക്കെ പോയിട്ട് എങ്ങോട്ട് എൻട്രി ചെയ്യുന്നു? നമ്മുടെ ടിഷ്യൂസിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് ഇൻസുലിൻ എങ്ങോട്ടും പോകുന്നുണ്ട്, നമ്മുടെ ലിവറിലേക്ക് പോകുന്നുണ്ട്, ലിവർ കരളിലേക്ക് അല്ലെ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ചെല്ലുന്ന ഗ്ലൂക്കോസിനെ ഇവർ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻസുലിൻ എന്താണ് ലിവറിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ എന്താണ് നമുക്ക് പറയാം, ടിഷ്യൂസിലൂടെ നമ്മുടെ ഗ്ലൂക്കോസ് ഇൻറ്റു സെൽസ് ഒക്കെ ടിഷ്യൂസിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് എങ്ങനെയായിരിക്കും? ഡിക്രീസ്ഡ് ആണ്. എന്താണ്? കുറവായിട്ടുള്ള അല്ലെ, ഡിക്രീസ്ഡ് കണ്ടീഷൻ ആക്കും. മനസ്സിലായോ മക്കളെ? എന്താണ്? കുറയ്ക്കും. മനസ്സിലായോ? എന്താ ചെയ്തത്? നമ്മുടെ ബോഡിയിലെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയാണ്? കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസ് ആരെ സെക്രീറ്റ് ചെയ്യും? ഇൻസുലിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യും. അതിൽ കുറച്ച് എങ്ങോട്ട് പോകുന്ന പറഞ്ഞത് നമ്മളോട്? കുറച്ചല്ല, എങ്ങോട്ട് പോകുന്നു? ടിഷ്യൂസിലേക്കൊക്കെ എൻട്രി ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ഗ്ലൂക്കോസ് ലെവലിൽ കുറച്ച് എങ്ങോട്ടാണ്? നമ്മുടെ ലിവറിലേക്ക് എൻട്രി ചെയ്യുന്നെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഗ്ലൂക്കോസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ എന്ത് ചെയ്യുവാണ്? നമ്മുടെ നോർമലിനേക്കാളും കുറഞ്ഞൊരു കണ്ടീഷനാണ്. എന്താണ്? കൂടിയ കണ്ടീഷനിൽ ഇങ്ങനെ സംഭവിച്ചു. ഇനി കുറയുവാണ്. എന്താണ്? കുറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മുടെ ബോഡിയിൽ എന്താണ്? ഗ്ലൂക്കോസിന്റെ ലെവല് കുറവാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആൽഫ സെൽസ് ഏതാണ്? പാൻക്രിയാസിന്റെ ആൽഫ സെൽസ് ഏത് ഹോർമോനെയാണ്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ അത് എങ്ങോട്ട് എൻട്രി ചെയ്യുന്നു? ലിവറിലേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? അമിനോ ആസിഡ്സ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയി മാറുന്നു. അതുപോലെ തന്നെ ഗ്ലൈക്കോജനും കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. ക്ലിയർ ആയ മക്കളെ? ഇത്രയാണ് പറഞ്ഞത്. ഇത്രയും, ബാക്കിയെല്ലാം വിട്ടു. ഇനി ഈ മൈൻഡിലേക്ക് ഇത്രയും കൊണ്ടുവന്നാൽ മതി. നമ്മുടെ പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ ബ്ലഡിനുള്ളിലെ ഗ്ലൂക്കോസിന്റെ ലെവല് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ പാൻക്രിയാസ് സെൽ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൽ എന്തൊക്കെയുണ്ട്? ആൽഫ സെൽസും ഉണ്ട്, ബീറ്റാ സെൽസും ഉണ്ട്. ഇതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ബീറ്റാ സെൽസ് ഏത് ഹോർമോണാണ്? ഇൻസുലിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ബോഡിയിലെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 100 milligram per deciliter ആണെന്ന് പറഞ്ഞു. ഇനി കൂടുതലാണ്, എൻ്റെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. ആ സമയത്ത് എൻ്റെ ബോഡിയിലെ പാൻക്രിയാസ് ആരെ സെക്രീറ്റ് ചെയ്യുന്നു? ഇൻസുലിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ടിഷ്യൂസിലേക്കൊക്കെ കടന്നു പോയിട്ട് എൻ്റെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവലിനെ കുറയ്ക്കുന്നു. കൂടി നിൽക്കുമ്പോൾ കുറയണ്ടേ? അപ്പോൾ കുറച്ച് കളഞ്ഞു. അതിനുള്ളിൽ എന്താണ്? അതും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ
എൻ്റെ ലിവറിലുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് ഏത് ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ബ്ലഡ് കുറയ്ക്കുന്നത്. ഇനി എൻ്റെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറവാണെങ്കിൽ എൻ്റെ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു? എൻ്റെ പാൻക്രിയാസിലെ ആൽഫ സെൽസ് ഗ്ലൂക്കോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നു. എങ്ങോട്ട്? ലിവറിലേക്ക് അല്ലെ. എന്ത് സംഭവിക്കുന്നു? ലിവറിലുള്ള അമിനോ ആസിഡ്സിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എനിക്ക് ഗ്ലൂക്കോസ് ആണ് വേണ്ടത്, എൻ്റെ ബോഡി ഗ്ലൂക്കോസ് കുറവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൈക്കോജനെയും ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് എനിക്ക് തരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ ബോഡിയിൽ ആരുടെ ലെവൽ കൂടുന്നു? ഗ്ലൂക്കോസിന്റെ ലെവല് കൂടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? റെഗുലേഷൻ ഓഫ് കാൽസ്യം കണ്ടു, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസും കണ്ടു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസിന്റെ കണ്ടീഷൻ നമുക്ക് ഡയബറ്റീസ്, അതൊക്കെ ഡയബറ്റീസ് മെലിറ്റസ്, അതെന്താണ്? നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയൊരു അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുതൽ. ദെൻ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. എന്താണ് എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ചില ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ കണ്ടോ മുകളിലായിട്ടിരിക്കുന്നത് കണ്ടോ, ഈ ഒരു സ്ട്രക്ചറാണ് ഏതെന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് 2 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോർട്ടെക്സും ഉണ്ട്, മെഡുലയുണ്ട്. മെഡുല എന്ന് പറയുന്നത് ഇന്നർ പോർഷൻ ആണ്, കോർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ റീജിയൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിലെ നമ്മുടെ ടീച്ചർ പറഞ്ഞു കോർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ ആണ് അല്ലെ, ഔട്ടർ പാർട്ടാന്ന് പറഞ്ഞു. മെഡുല എന്ന് പറഞ്ഞത് ഇന്നർ പാർട്ടാന്ന് പറഞ്ഞു അല്ലെ. ഇതെന്താണ്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഏതൊക്കെയോ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്, അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. അതെന്താണ്? ഔട്ടർ കോർട്ടെക്സും ഉണ്ട്, ദെൻ ഇന്നർ മെഡുല റീജിയനും ഉണ്ട്. ഓക്കെ, ഇനി ഇന്നർ മെഡുല റീജിയൻ, നമ്മുടെ ഇന്നർ മെഡുല റീജിയൻ എന്താണ്? എപ്പിനെഫ്രിനെ, നോർ എപ്പിനെഫ്രിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. എന്താണ്? നമ്മുടെ ഇന്നർ റീജിയൻ ആണ് മെഡുല. ആ മെഡുല റീജിയൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനെ നോർ എപ്പിനെഫ്രിനെയും എന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ കോർട്ടെക്സ് ഹോർമോൺസ്. ഓക്കെ, കോർട്ടെക്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടെക്സ് റീജിയൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, then mineralocorticoids, then gonado, ഓക്കെ മക്കളെ, ഏതൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇതാണ് കോർട്ടെക്സ് റീജിയൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ദെൻ ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. ദെൻ ഔട്ടർ റീജിയനായ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇതെല്ലാം. ഇനി ഇന്നർ പാർട്ടായ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും കേട്ടോ. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മുടെ ഹോർമോൺസ്. എന്താണ്? സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസുകളാണ്. ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടെക്സ് റീജിയൻ, മെഡുല റീജിയൻ. കോർട്ടെക്സ് ആണെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് എന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇവരെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറയാം. ദെൻ എന്താണ്? മെഡുല എപ്പിനെഫ്രിനെ നോർ എപ്പിനെഫ്രിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ,
ക്ലിയർ അല്ലേ? ഇനി എന്താണ്, നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഓരോ പാർട്സും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് അവരെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഏത്? വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഏതൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനും. ജസ്റ്റ് പറയാവേ. ഓക്കെ, എന്താണ് നമ്മുടെ ഹൈപ്പോതലാമസ് റീജിയൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയും കേട്ടോ. വാസോപ്രസിൻ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അല്ല ADH, ദെൻ ഓക്സിറ്റോസിൻ കേട്ടോ. വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഇതെന്താണ്? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഏത്? വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഇനി ഈ വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ എവിടെ എത്തുന്നു? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ എവിടെ എത്തുന്നു? ആന്റീരിയർ അല്ല, പോസ്റ്റീരിയർ ലോബിലെത്തുന്നു. എവിടെയാണ്? പോസ്റ്റീരിയർ ലോബിലെത്തുന്നു. എവിടെയാണ്? പോസ്റ്റീരിയർ ലോബിലെത്തുന്നു. എവിടെയാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനും നെർവ് ഫൈബേഴ്സ് വഴി എവിടെ എത്തുന്നു? പോസ്റ്റീരിയർ ലോബിലെത്തുന്നു. ഇനി എന്താണ്, നമ്മുടെ ബോഡിക്ക് എപ്പോഴാണോ ഇത് ആവശ്യമുള്ളത് അപ്പോൾ എന്ത് ചെയ്യും? അതിനെ സെക്രീറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്? പിറ്റ്യൂട്ടറിയിൽ നിന്ന്. ഓക്കെ, പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ, നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിനുള്ളിലാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ആവശ്യ സമയത്ത് അതിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ADHനെ എപ്പോഴാണ്? കിഡ്നി അല്ലെ, ADH റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നി. എന്താണ്? കിഡ്നിയിൽ എന്താണ് വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ സാധ്യമാക്കുക, പുനരാഗീകരണം സാധ്യമാക്കുന്ന സമയത്ത് ആരെ സെക്രീറ്റ് ചെയ്യും? ADHനെ സെക്രീറ്റ് ചെയ്യും. ദെൻ ഓക്സിറ്റോസിൻ എന്തിനെ സഹായിക്കുന്നു? ലാക്ടേഷന് സഹായിക്കുന്നു. എന്താണ് ലാക്ടേഷന് സഹായിക്കുന്നത്? ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ സാധ്യമാക്കുന്നത് ലാക്ടേഷൻ എന്ന ഹോർമോണാണ്. ദെൻ എന്താണ്, നമ്മുടെ ഓക്സിറ്റോസിനാണ് കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. എന്താണ്? ഡെലിവറിയുടെ ഒക്കെ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് നമ്മുടെ സ്മൂത്ത് മസിൽസിൻ്റെ ഒക്കെ കൺട്രാക്ഷൻ, അതിൻ്റെ കൺട്രാക്ഷനെ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന വാസോപ്രസിനും ഓക്സിറ്റോസിനും നെർവ് ഫൈബേഴ്സ് വഴി പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിലെത്തുന്നു. എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് അതിനെ സെക്രീറ്റ് ചെയ്യുന്നു. കിഡ്നിയിൽ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാൻ നേരത്ത് ഏതിനെ സെക്രീറ്റ് ചെയ്യുന്നു? ADHനെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ ആണെങ്കിൽ എന്താണ്? ലാക്ടേഷന് വേണ്ടി, പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിന് വേണ്ടി, അതുപോലെ തന്നെ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് വേണ്ടിയും എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈപ്പോതലാമസ് വരുന്നതാണ് ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഈ ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? റിലീസിങ് ഹോർമോൺസിനെയും ഇൻഹിബിറ്ററി ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഹോർമോൺസ് ആണ്? റിലീസിങ് ഹോർമോൺസിനെയും ഇൻഹിബിറ്ററി ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നു. അവരും എവിടെ എത്തുന്നു? ആന്റീരിയർ ലോബിലെത്തുന്നു. എവിടെ? നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബ്. ഇതാണ് ആന്റീരിയർ ലോബിൽ എത്തുന്നു. നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിൽ എത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ആന്റീരിയർ ലോബിൽ എത്തുന്ന റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ തടയുന്നു. ആ വാക്കിൽ തന്നെയുണ്ട്. റിലീസിങ് ഹോർമോണ് ട്രോപ്പിക് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു, അല്ല ഉത്തേജിപ്പിക്കുന്നു. ദെൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ ആ ഒരു ട്രോപ്പിക് ഹോർമോണിന്റെ പ്രവർത്തനത്തെ തടയുന്നു. അത്രയാണ് സംഭവിക്കുന്നത് കേട്ടോ. എവിടെയാണ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്? ആന്റീരിയർ ലോബിലാണ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TSH എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്ലാൻഡിനെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നത് TSH എന്ന ഹോർമോണാണ്. ACTH എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് എന്ന നമ്മൾ കോർട്ടെക്സ് കണ്ടായിരുന്നല്ലോ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ACTH എന്ന ഹോർമോണാണ്. ദെൻ GTH ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഓവറിയുടെയും ടെസ്റ്റിസിന്റെ ഒക്കെ ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് GTH എന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ ഹോർമോണാണ് എന്താണ്? ഗ്രോത്ത്, ബോഡി ഗ്രോത്തിന്, അതായത് ശരീര വളർച്ചയെ സാധ്യമാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്. ദെൻ പ്രൊലാക്റ്റിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ന്യൂറോ സെക്രീറ്ററി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺസും. ഇതിൽ ഈ റിലീസിങ് ഹോർമോണും
ഇൻഹിബിറ്ററി ഹോർമോൺസ് എങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞത്, നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് റീച്ച് ചെയ്യുന്നു, ചെല്ലുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, റിലീസിങ് ഹോർമോണ് എന്താണ്, ട്രോപ്പിക് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു, തടയുന്നു, അല്ലെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഹോർമോൺ ആണെന്നാണ് പറഞ്ഞത്. TSH ആണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ACTH ആണെങ്കിൽ അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. GTH ആണെങ്കിൽ ഓവറിയുടെ ടെസ്റ്റസിന്റെ ഒക്കെ ആക്ഷനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ സൊമാറ്റോട്രോപ്പിൻ ആണെങ്കിൽ ശരീര വളർച്ചയ്ക്ക്. ദെൻ പ്രൊലാക്റ്റിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ലാക്ടേഷൻ നമ്മൾ ഓക്സിറ്റോസിൻ്റെ അവിടെ പറഞ്ഞായിരുന്നു. അപ്പം ഈ ലാക്ടേഷന് കാരണമാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ്. അതാണ് എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, അല്ലെ, മിൽക്കിന്റെ പ്രൊഡക്ഷനെ സാധ്യമാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണാണ് എന്താണ്, ബോഡി ഗ്രോത്തിന് കാരണമാകുന്നത്. അതിന്റെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഡ്വാർഫിസം, ജൈജാൻറ്റിസം, ദെൻ അക്രോമെഗാലി. കേട്ടോ, ഡ്വാർഫിസം, ജൈജാൻറ്റിസം, അക്രോമെഗാലി, മലയാളത്തിൽ ഭീമാകാരത്വം, ഇതൊക്കെയാണ് വാമനത്വം, ഭീമാകാരത്വം, ദെൻ അക്രോമെഗാലി. കേട്ടോ, ഈ കണ്ടീഷൻസ് ഒക്കെ. അപ്പം എന്താണ് നമ്മുടെ ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സൊമാറ്റോട്രോപ്പിന്റെ ലെവല് നമ്മുടെ ഗ്രോത്ത് ഫേസിൽ കുറവായിരിക്കും. എന്താണ് ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിൻ ഹോർമോണിന്റെ സെക്രീഷൻ ഗ്രോത്ത് ഫേസിൽ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. ജൈജാൻറ്റിസം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ ഗ്രോത്ത് ഫേസിൽ കൂടുതലായിരിക്കും. ഗ്രോത്ത് ഫേസിൽ കൂടുതലായിരിക്കും. ഗ്രോത്ത് ഫേസിൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്വാർഫിസത്തിന്റെ സമയത്ത് സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ ഗ്രോത്ത് ഫേസ് കണ്ടീഷൻ, അതായത് വളർച്ചാ കാലഘട്ടത്തിൽ എന്താണ്, സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ കുറവായിരിക്കും. ആ സമയത്താണ് ഡ്വാർഫിസം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, ഗ്രോത്ത് അവിടെ മുരടിക്കും, എന്താണ്, ശരീര വളർച്ച അവിടെ മുരടിക്കും. ദെൻ എന്താണ്, ഈ ഒരു സൊമാറ്റോട്രോപ്പിന്റെ അളവ് ബോഡിയിൽ കൂടുതലായിട്ട് സെക്രീഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഗ്രോത്ത് ഫേസ് വളർച്ചാ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, എക്സസീവ് ആയിട്ടുള്ള ബോഡി ഗ്രോത്ത്, എന്താണ്, കൂടുതലായിട്ടുള്ള ശരീര വളർച്ച അവിടെ ഉണ്ടാകുന്നു. ദെൻ അക്രോമെഗാലി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോപ്പിന്റെ സെക്രീഷൻ ബോഡിയിൽ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, നമ്മുടെ ചില ബോഡി പാർട്സ് ഒക്കെ കൂടുതലായിട്ട് വളരും. ഉദാഹരണമായിട്ട് നമ്മുടെ ഫുട്ട്, ജോസ് ഒക്കെ എന്ത് ചെയ്യും, എന്താണ്, കൂടുതലായിട്ട് വളരും. നമ്മുടെ താടിയെല്ല്, കൈപ്പത്തി, കാൽപാദങ്ങളൊക്കെ എന്തായിരിക്കും, അമിതമായിട്ടുള്ള വളർച്ച അവിടെ ഉണ്ടാകും അക്രോമെഗാലി കണ്ടീഷനിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് എന്ത്, സൊമാറ്റോട്രോപ്പിൻ ഹോർമോണിന്റെ റിലീസിങ് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഫേസ്, അതായത് വളർച്ചാ കാലഘട്ടത്തിൽ കൂടുതലോ കുറവോ, അതുപോലെ തന്നെ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞിട്ടും ഇതിന്റെ സെക്രീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, ഡ്വാർഫിസം, ജൈജാൻറ്റിസം ആൻഡ് അക്രോമെഗാലി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എന്താണ്, ഫിറോമോൺസ് എന്താണ് ഫിറോമോൺസ് എന്താണെന്ന്. അതിനു മുന്നേ നമുക്ക് റീപ്രൊഡക്ഷൻ, അതായത് നമ്മുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ചില ഹോർമോൺസിനെ കാണാം. ഫസ്റ്റ് വൺ ആണ് ഏത്, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്, ദെൻ പ്രൊജസ്ട്രോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ. ഇതെല്ലാം എന്താണ്, റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണ്, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്, നമ്മുടെ പ്രൊലാക്റ്റിൻ ഒക്കെ ഉണ്ട്. ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ ഒക്കെ എന്താണ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണ്, ടെസ്റ്റോസ്റ്റിറോൺ, then estrogen, progesterone, then ഏതാണ്, ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിനും.
ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനിലെ ഭാഗമാകുന്ന ചില ഹോർമോണുകൾ അല്ലെ, പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഇനി ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത് ടെസ്റ്റസ് ആണ് കേട്ടോ. ടെസ്റ്റസ് ആണ് എന്ത് ചെയ്യുന്നത്, എന്ത് സെക്രീറ്റ് ചെയ്ത്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. എന്താണ് ഇത് എന്തിന് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മെയിലിലെ സെക്സ് ഓർഗൻസിന്റെ ആക്ടിവിറ്റിയും അതുപോലെ സ്പേം പ്രൊഡക്ഷൻ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ മെയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതും ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആരാണ്? ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷ്ണങ്ങളാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. സ്പേം പ്രൊഡക്ഷൻ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ മെയിലെ എന്താണ് സെക്സ് ഓർഗൻസിന്റെ ആക്ടിവിറ്റിനെ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായകരമാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ദെൻ ഈസ്ട്രജൻ എന്ന് പറയുന്നത് എന്താണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആണ്. അതെന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവറിയാണ് കേട്ടോ. ഓവറിയാണ് എന്ത് ചെയ്യുന്നത്, അത് സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയാണ്. പറയാൻ സാധിക്കും ഫീമെയിൽ സെക്സ് ഓർഗൻസിന്റെ ആക്ടിവിറ്റിക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെനിസ്ട്രൽ സൈക്കിൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ എന്ന ഹോർമോണാണ്. ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ടീനേജ് ഏജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറെ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പം ഈസ്ട്രജൻ എന്തൊക്കെയാണ്, ഓവറിയാണ് സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന ഹോർമോണെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഫീമെയിൽ സെക്സ് ഓർഗൻസിന്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഓവം, ടീച്ചർ അത് പറഞ്ഞില്ല അല്ലെ, എഗ് അല്ലെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷനെ സാധ്യമാക്കുന്നതും ഈസ്ട്രജൻ ആണ്. ദെൻ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നു. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഏത് തന്നെയാണ്, ഈസ്ട്രജൻ ഹോർമോൺ ആണ്. ഇനി നമ്മുടെ പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നതും ഓവറി തന്നെയാണ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നതും. ഇതെന്തിനു സഹായിക്കുന്നു, മെൻസ്ട്രൽ സൈക്കിളിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫീറ്റസിനെ യൂട്രസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അതായത് ഗർഭാശയത്തിനുള്ളിൽ നമ്മുടെ ഭ്രൂണത്തെ നിലനിർത്തുന്നതും ആര് തന്നെയാണ്, പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ്. ദെൻ ഓക്സിറ്റോസിൻ ആര് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് നമ്മൾ കണ്ടായിരുന്നു. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണെ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ പാഠം തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു. ആരാണ് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് പറയാൻ സാധിക്കും എന്തിനു സഹായിക്കുന്നു, സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് സഹായിക്കുന്നത് ആരാണ്, ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ് അല്ലെ. സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ സാധ്യമാക്കുന്നത് ആരാണ്, നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ്. ദെൻ പ്രൊലാക്റ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ്. എന്ത് സാധ്യമാക്കുന്നു, സെക്രീഷൻ ഓഫ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പങ്കെടുക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഫിറോമോൺസിനെ കുറിച്ചാണ്. ഫിറോമോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സും അല്ലെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആനിമൽസ് എന്ത് ചെയ്യണം, അവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അവരുടെ സെയിം സ്പീഷ്യസിൽപ്പെട്ട അതായത് അവരുടെ വർഗത്തിൽപ്പെട്ട ആ ഓർഗാനിസം ആയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയിൽ നിന്ന് ചില കെമിക്കൽ സബ്സ്റ്റൻസിനെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. നമ്മൾ ഉള്ളിലാണ് അല്ലെ, ഇവരെന്താണ് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിറോമോൺസ് എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എന്ത് തന്നെയാണ്, ഒരു രാസഘടകമാണ് അല്ലെ. എന്താണ്, രാസവാഹകരായ ഫിറോമോൺസ് എന്നും പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ഫിറോമോൺസ് എന്ന് പറയുന്നത്. എന്താണ്, ആനിമൽസ് അവരുടെ സെയിം സ്പീഷ്യസിൽപ്പെട്ട, അതായത് ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഔട്ട്സൈഡ് ദ എൻവയൺമെന്റ് അല്ലെ, പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫിറോമോൺസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പിനെ ശ്രദ്ധിച്ചാൽ മതി അല്ലെ. ഉറുമ്പ് എങ്ങനെയാണ്, ഒരു
നേരെ അല്ലെ ഒരുമിച്ച് നല്ല ലൈനായിട്ടാണ് അവർ പോകുന്നത് അല്ലെ. ഒരാൾ ഒരു സ്ഥലത്ത് പഞ്ചസാര കണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അയാൾ മാത്രമല്ല കുറെ ആളുകളെ അവിടെ വിളിച്ചു ചേർക്കും അല്ലെ, നമ്മൾ കാണത്തില്ലേ ഉറുമ്പിന്റെ കാര്യത്തിൽ. അതെന്താണ്? ഫിറോമോൺസ് എന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്റെ റിലീസിങ്ങിലൂടെയാണ്. ഇനി ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിറോമോൺസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിറോമോൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ ടെറിറ്റോറിയൽ ഫിറോമോൺ ഉണ്ട്, അഗ്രിഗേഷൻ ഫിറോമോൺ ഉണ്ട്, അലാം ഫിറോമോൺ ഉണ്ട്, ട്രയൽ ഫിറോമോൺ ഉണ്ട്, സെക്സ് ഫിറോമോൺ ഉണ്ട്. ഏതൊക്കെയാണ്? ടെറിറ്റോറിയൽ, അഗ്രിഗേഷൻ, അലാം, ട്രയൽ ആൻഡ് സെക്സ് ഫിറോമോൺ. ടെറിറ്റോറിയൽ ഫിറോമോൺ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ടു ഡിറ്റർമൈൻ ദ ടെറിറ്ററി. എന്താണ്? അവരുടെ വാസസ്ഥല പരിധി. അതായത് അവർ താമസിക്കുന്ന ഒരു ഇടം ഉണ്ടല്ലോ, ഓരോ ഓർഗാനിസം ഓരോ സ്ഥലം അല്ലെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓർഗാനിസം എന്താണ്? അവരുടെ വാസസ്ഥല പരിധി കണ്ടെത്തുന്നതിന് വേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്ന ഫിറോമോൺസ് ആണ് ഏത്? ടെറിറ്റോറിയൽ ഫിറോമോൺ എന്ന് പറയുന്നത്. ദെൻ അഗ്രിഗേഷൻ ഫിറോമോൺ എന്തിനു വേണ്ടിയാണ്? ആഹാര ലഭ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെ, ആഹാര ലഭ്യത എവിടെയാണ് എങ്ങനെയാണുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരെ അറിയിക്കണം. അതിനുവേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇത് അഗ്രിഗേഷൻ ഫിറോമോൺ എന്ന് പറയുന്നത്. അലാം ഫിറോമോൺ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലുമൊക്കെ അപകട സാഹചര്യം ഉണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ്? അവർ സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? അലാം ഫിറോമോൺസുകളുണ്ട്. ദെൻ ട്രയൽ ഫിറോമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ മാർക്കിങ്ങിന് വേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഏത്? അതായത് സഞ്ചാരപാത നിർണ്ണയിക്കാൻ വേണ്ടി, അതായത് എങ്ങോട്ടാണ് പോയത് അല്ലെ, ആദ്യം പോയ ആൾ എങ്ങോട്ടാണ് പോയത് എന്നല്ലേ സഞ്ചാരപാത എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ട്രയൽ ഫിറോമോൺ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ മനുഷ്യരിൽ, ആനിമൽസിൽ, പ്ലാന്റ്സിലൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഹോർമോൺസ് ആണെങ്കിൽ ചില ജീവികളിൽ എന്താണ്? ഫിറോമോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഉണ്ട്, കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് ഫിറോമോൺസും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ട്രയൽ ഫിറോമോൺ എന്തിനു വേണ്ടിയാണ്? സഞ്ചാരപാത നിർണ്ണയിക്കാൻ വേണ്ടി. ദെൻ സെക്സ് ഫിറോമോൺ എന്തിനു വേണ്ടിയായിരിക്കും? എന്താണ്? മീറ്റിനെ അട്രാക്ട് ചെയ്യാൻ, അവരുടെ പങ്കാളിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? സെക്സ് ഫിറോമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെയുണ്ട്? ടെറിറ്റോറിയൽ ഫിറോമോൺസ് ഉണ്ട്, അഗ്രിഗേഷൻ ഫിറോമോൺസ് ഉണ്ട്, അലാം ഫിറോമോൺസ് ഉണ്ട്, ട്രയൽ ഫിറോമോൺസ് ഉണ്ട്, സെക്സ് ഫിറോമോൺസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ടോപ്പിക്കും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഓരോ ഭാഗവും പഠിക്കണം. എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്യണം. ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കണം. അങ്ങനെയാണ് നമുക്ക് പരീക്ഷ ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.